ഈ കുട്ടിത്താരം ആരാണെന്നുള്ള കാര്യം ഇന്ന് സസ്പെൻസിൽ വെക്കുകയാണ്. ആളിനെ നമുക്ക് കണ്ടുപിടിക്കുക, ഒരു മാജിക്കിലൂടെയൊക്കെ ഒരു ചരിത്രമൊക്കെ തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ കുട്ടിത്താരം. അപ്പോൾ കുട്ടിത്താരം കാണാം. ഒരാൾ അയാളുടെ ജീവിതത്തിൽ ലഹരി ഉപയോഗം തുടങ്ങുന്നത് ഈ ഒരു വടി പോലെയാണ്. അയാൾ ഫസ്റ്റ് ലഹരി ഉപയോഗം തുടങ്ങുന്നത് ഫസ്റ്റ് ഒരു പെഗ്, രണ്ടാമത്തെ പെഗ്, അങ്ങനെ അയാൾ തുടങ്ങുകയാണ്. അവസാനം 3ാമത്തെ പെഗും അതിനു കഴിഞ്ഞ് 4ാമത്തെ പെഗും ഇങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൽ ലഹരി ഉപയോഗം തുടങ്ങുന്നത്. താങ്ക് യു. ഇലകളോ പൂക്കളോ ഇല്ലാത്ത ഒരു ചെടിയെ ഹൃദയദേവ് ഉപമിക്കുന്നത് ലഹരിയിൽ വാടിക്കരിഞ്ഞ മനുഷ്യനായാണ്. അയാളിൽ നിറമുള്ള കാഴ്ചകളോ സ്നേഹമോ സന്തോഷമോ ഇല്ല. എന്നാൽ ലഹരി ഉപേക്ഷിക്കുന്നതോടെ ഇലയും പൂക്കളും വിരിയും. ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. എങ്കിൽ അയാളിൽ നിന്ന് ലഹരി പൂർണ്ണമായും ഒഴിവാക്കിയാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൂക്കൾ നമുക്ക് കിട്ടും. അതിനുവേണ്ടി ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം. ലഹരി നമുക്ക് വേണ്ടേ വേണ്ട, ലഹരി നമുക്ക് വേണ്ടേ വേണ്ട, ലഹരി വിമുക്ത കേരളം. അപ്പോൾ അയാളിൽ നിന്ന് ലഹരി ഒഴിവാക്കിയാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൂക്കൾ ലഭിക്കും. എങ്കിൽ ഇതുപോലെ കാണികൾക്ക് മാജിക്കിലെ സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ലഹരി എന്ന മഹാവിപത്തിനെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ഈ കുഞ്ഞു മജീഷ്യന് അതിവേഗം സാധിക്കുന്നു. ഇനി മാജിക്ക് കാണിക്കുന്നത് അധികം സ്റ്റേജിലെല്ലാം കാണിക്കുന്നത് ലഹരി വിരുദ്ധത്തിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ TV നോക്കിയാലും പത്രം നോക്കിയാലും എല്ലാം ഇപ്പോൾ MDMA കടത്തുന്നു, കഞ്ചാവ് കടത്തുന്നു എന്നൊക്കെയാണ്. പിന്നെ വഴികളിലെല്ലാം മദ്യപിച്ച് കുറേ ആൾക്കാർ റോഡ് സൈഡിലെല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലഹരിക്കെതിരെയുള്ള മാജിക്കാണ് ഞാനിപ്പോൾ എല്ലാം സ്റ്റേജ് കിട്ടുന്ന ഇടത്തെല്ലാം ഞാൻ കാണിക്കുന്നത്. നീലേശ്വരം പാലക്കാട്ടെ പുതിയ പറമ്പത്ത് സുരേഷ് കുമാർ നീലേശ്വരത്തിന്റെയും M സവിതയുടെയും മൂത്ത മകനാണ് ഹൃദയദേവ്. അച്ഛൻ സുരേഷ് കുമാറിൽ നിന്നാണ് മാജിക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ലഹരി കൊണ്ടുള്ള അക്രമങ്ങൾ, കാര്യങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ വരെ. സ്വന്തം മകന് അമ്മയെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള ലഹരി അടിച്ചവരുടെ കഥകൾ, അതായത് സംഭവ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ് ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. മാജിക് ലഹരിക്കെതിരെയായതിനാൽ അമ്മയ്ക്കും തികഞ്ഞ സന്തോഷം. അപ്പം മകനിങ്ങനെ ഒരു ലഹരിക്കെതിരെ മാജിക്കുമായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യം നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. അമ്മ അച്ഛൻ എന്ന തിരിച്ചറിവില്ലാതെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ നമുക്കൊരിക്കലും നമ്മുടെ കുഞ്ഞ് എങ്ങനെയാവുമെന്ന്, ഇപ്പോൾ എനിക്ക് 2 ആൺമക്കളാണ്, അവരെങ്ങനെയാവുന്നുണ്ട് അവരുടെ ഭാവിയൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താണ് അവരായിത്തീരുക എന്നോ നമുക്കവരുടെ പുറകെ പോകാൻ പറ്റില്ലല്ലോ, അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കുമെന്നോ. അപ്പോൾ ഇത്തരം നമ്മുടെ പഠനത്തിന് പുറമെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഉണ്ടായാൽ അവരതിൽ കുറച്ച് ഇൻവോൾവ്ഡ് ആവും. M സുധാകരൻ, ബാലൻ നീലേശ്വരം, സച്ചിൻ കണ്ണൂർ എന്നിവരിൽ നിന്നാണ് ഈ മിടുക്കൻ മാന്ത്രിക വിദ്യകൾ അഭ്യസിച്ചു വരുന്നത്. ലഹരിക്കെതിരായ മാജിക്കുകൾ പഠിപ്പിച്ചത് M സുധാകരനാണ്. അപ്പോൾ ലഹരി വിമുക്തമാക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അതും ഒരു സത്യമാണ്. അതുകൊണ്ട് അതിന് ഓരോ മീഡിയ, ചില സിനിമയിലൂടെ, ചില നാടകത്തിലൂടെ. അപ്പോൾ ഏറ്റവും നല്ലൊരു മീഡിയ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ മാജിക് എന്നുള്ളത് നല്ലൊരു മീഡിയയാണ്. കാരണം ചെറുപ്പത്തിൽ ചെറിയ മാജിക്കെല്ലാം ആ രംഗത്ത് ഞാൻ കുറച്ച് പ്രവർത്തിച്ചുകൊണ്ട് പിന്നെ അതെല്ലാവർക്കും ദഹിക്കുന്നൊരു കാര്യമല്ല. അതായത് നമ്മളെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് പെട്ടെന്ന് ഗ്രസിക്കാനും അത് കൂടുതൽ അവൻ്റെ താല്പര്യത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കാനും കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവനിലൂടെ ഇത് ഏറ്റവും നല്ലൊരു ഇതിലെത്തിക്കാൻ സാധിക്കുന്നൊരു വിശ്വാസം എനിക്കെല്ലാം ഉണ്ടാകുന്നു. ഇവരെ ഞാൻ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തത്. മാജിക്കൽ മെന്റലിസം ഇടകലർത്തിയുള്ള വിദ്യയാണ് ഹൃദയദേവ് അവതരിപ്പിക്കുന്നത്. കയ്യിൽ കറൻസി നോട്ടുണ്ടോ? ഒന്ന് തരുമോ? തിരിച്ചു തരാം. ഓക്കെ, ഒരു കറൻസി നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതില്ലേ ഇവിടെ അവസാന നമ്പർ ഉണ്ടല്ലോ, അവസാനത്തെ നമ്പർ 4 എണ്ണം ഇവിടെ മുകളിലും തായും, അതൊന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, പിടിച്ചോളൂ. ഓക്കെ, ഒന്ന് കണ്ണടച്ച് ശ്വാസം എടുത്തോളൂ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, കണ്ണുറന്നോളൂ. അതിലൊരു 0 ഉണ്ടല്ലോ, ഒരു 5. എങ്കിൽ അത് ക്രമീകരിച്ചാൽ ഉറപ്പിച്ചോ 205 ശരിയല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തോ ഓഡിയൻസിന്.
നിരവധി സ്റ്റേജുകളിൽ ഇതിനകം മാജിക് അവതരിപ്പിച്ച ഹൃദയദേവ് 10 കിലോമീറ്റർ കണ്ണുകെട്ടി സൈക്കിൾ ഓടിക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.